ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അയ്യപ്പൻവിളക്കാണ്. നാളെ ഒരു അന്നദാനമുണ്ട്. ഉച്ചയ്ക്ക് തേങ്കൃഷി, മഹളകുടം, മുഖശങ്കാവ്, മുഖശങ്കാവിലമ്മയുടെ അവിടെയാണ് അയ്യപ്പൻവിളക്ക്. അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ 6 മണിക്ക്. പിന്നെ അതുകൂടാതെ എന്താണ് പറയുക, പിന്നെ കരോക്കെ ഗാനമേള, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. ഇന്നാണ് ഗാനമേള, നാളെ അന്നദാനത്തിൽ നിന്ന് പോകണം. പിന്നെ ഒരു ബൈപ്പോളർ ഡിസോർഡർ പറഞ്ഞൊരു ഒരു ഒരു പേഷ്യൻ്റാണ് ഞാൻ. അപ്പോൾ ക്യാരക്ടർ ചേഞ്ച് ആവും. അതാണ് ഒരു ട്രിക്കാണ്. ഞാൻ വേണം, ആ അസുഖം വേണം പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു അസുഖമാണ് അത്. അസുഖമല്ല, ഒരു ചിലപ്പോൾ തല്ല് കിട്ടും, ചിലപ്പോൾ തല്ല് കിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ തല്ല് കിട്ടില്ല, ബുദ്ധി ഇല്ലെങ്കിൽ തല്ല് കിട്ടും, അങ്ങനെയാണ്. ബുദ്ധി ഇല്ലാത്ത കുട്ടികൾക്കാണല്ലോ തല്ല് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധി ഇല്ലാത്ത കുട്ടികൾക്ക് തല്ല് കിട്ടും പറഞ്ഞത്. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണം, തിന്നാൻ പറഞ്ഞാൽ തിന്നണം, വിശക്കുമ്പോൾ തിന്നണം, മാറ്റി നിർത്താൻ പാടില്ല. വിശപ്പിനാണ് ആഹാരം, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറിഞ്ഞു നടക്കുന്ന ഓരോ കഴിവുകളുണ്ട്. അത് സമയമാകുമ്പോൾ പുറത്ത് വരും. അപ്പോൾ ഓരോ ആളുകൾ ഓരോരുത്തർ സംസാരിക്കുന്നു, ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, അത് ഓരോരുത്തരിൻ്റെ കഴിവല്ല, അത് നമ്മുടെ ഓരോ ദൈവാത്മാക്കളാണ്. നമ്മളോട് ചുണ്ടനക്കുന്ന, ആവ് ചലിക്കുന്നതൊക്കെ നമ്മുടെ കൂടെ വന്ന് സംസാരിപ്പിക്കുകയാണ്. മറ്റുള്ളവർ ഇടപഴകാനും മറ്റുള്ളവർ കാണാനും കേൾക്കാനും വേണ്ടിയൊക്കെ പരിചയപ്പെടണം. അപ്പോൾ ആരെ കണ്ടാലും ഒന്ന് വിഷ് ചെയ്യുക, ഒന്ന് സ്മൈൽ. ഇന്തോനേഷ്യൻസ്, ഞാൻ ഈ ശ്രേയസ്, സേവന, അങ്ങനത്തെ നമ്മുടെ കുറച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ട്. MBBS സ്റ്റുഡൻസ് ഒക്കെ പോകുന്നത്, MBBS അല്ല, അവർക്കും പോകാം. MBA സ്റ്റുഡൻസ് ഈ മാർക്കറ്റിംഗ്, നമ്മളെന്താ പറയുക, ഓരോ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഒന്ന് പരസ്യം ചെയ്യുക, ഒരു മാർക്കറ്റിംഗ്. അപ്പോൾ ഈ പരസ്യം അത് വിറ്റാലും വിറ്റില്ലെങ്കിൽ നമുക്ക് കമ്പനി പൊളിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്നൊന്ന് കാണിച്ചു, ഇന്ന് പൈസ ഉണ്ടാവും, ഇല്ലെങ്കിൽ നാളെ പൈസ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എടുത്തില്ലെങ്കിൽ നാളെ അവരെടുക്കും, വേറൊരു കുട്ടി വരുമ്പോൾ അവരെടുക്കും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. അതാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രൊമോഷൻ, ഒരു അഡ്വാൻസ്, അവൻ്റെ എയിമിലോട്ട് എത്താനേ അവർക്ക് ഓരോ പൊസിഷൻസാണ്. ഇത് സമയം കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിർത്തി സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോ വരും, ഇതൊക്കെ സമയം കഴിയാറ്. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എങ്ങനെ മണി മേക്കിംഗ്, ഇങ്ങനെ ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്ന് ഒരുപാട് സ്വയം തൊഴിലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ പൈസ ഉണ്ടാക്കാം, നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ്.